എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ ഞായറാഴ്ച വെറുതെ കറങ്ങാൻ ഇറങ്ങി കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലണ്ടിൻ്റെ കളിയും കണ്ടു, പിന്നെ അത് കഴിഞ്ഞ് അർജൻറ്റീനേൻ്റെ കളിയും കണ്ടു. മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ 9 മണി 9:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു റൈഡ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നാടുകാണി വഴി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് നിലമ്പൂരിൽ നിന്നെങ്ങാനും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ അൺലിമിറ്റഡ് ബിരിയാണി കണ്ടിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോന്ന് പിന്നെ ഈ ചുരത്തിൻ്റെ താഴെ അങ്ങാടിയിൽ നിന്ന് അവിടെ വേറെ ഹോട്ടലൊന്നും തുറന്നിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഒരു സാധാ ഹോട്ടലിൽ കയറി. അവിടെ അൺലിമിറ്റഡ് എന്ന് കണ്ടപ്പോൾ കയറിയതാണ്. പക്ഷെ അവിടെ സാധാ ചോറും ബിരിയാണിയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ ചോറ് കഴിച്ചു അവിടെ നിന്ന്. അങ്ങനെ ചോറ് കഴിച്ച് ഞങ്ങളിങ്ങനെ ചുരം ഇങ്ങനെ കയറി. മരങ്ങളൊക്കെ ഈ മഴക്കാലത്ത് വീണതായിരിക്കും. ഈ ചുരത്തിൽ ഇഷ്ടം പോലെ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഇതില്ലേ, ആ മുളകളൊക്കെ വെട്ടി ആ സംഗതിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. വെട്ടിയതാണോ ഇനി ഉണങ്ങിപ്പോയതാണോ അറിയില്ല. ഇപ്പോൾ ആ റോഡിൽ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ആ സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ വഴി കൂടെയുള്ള ഈ കുരങ്ങന്മാരെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ചുരം കയറി. ഈ റോഡ് ഈ കോഴിക്കോടല്ല, കേരളം കഴിഞ്ഞതിന് ശേഷം തമിഴ്നാട് റോഡ് വളരെ മോശമായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഈ വഴി വന്നപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞായറാഴ്ചകളിൽ ഞങ്ങളെ ഒരു സ്ഥിര ഏർപ്പാടായിരുന്നു ഈ വഴി ഇങ്ങനെ ഈ ചുരം കയറിയിട്ട് ഒന്നെങ്കിൽ നാടുകാണി അവിടെ നിന്ന് തിരിഞ്ഞിട്ട് മേപ്പാടിയിലേക്കോ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയിലേക്കോ അങ്ങനെ പോകും. അല്ലെങ്കിൽ ഞങ്ങൾ ഗൂഡല്ലൂർ പോയിട്ട് ഗുണ്ടൽപേട്ട് വഴി ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി അങ്ങനെ വരും. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഊട്ടി പോയിട്ട് ഊട്ടി ടൗണൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങ് പോരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശീലം വന്നത്. ഞങ്ങൾ റോഡ് മോശമാവുന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റോഡ് പണിയൊക്കെ തീർന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ദേവാലയം ഈ റൈറ്റിലേക്കുള്ള റോഡിന് തിരിഞ്ഞിട്ട് ഈ വഴിക്ക് പോകാമെന്ന് കരുതി. ആ ദേവാലയം നിന്ന് പോകുന്ന റോഡിൽ തന്നെ ഇതിങ്ങനെ കറങ്ങിയിട്ട് ആ റോഡിൽ തന്നെ ടച്ച് ചെയ്യുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഇതിലൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഈ റോഡിനോട് തിരിഞ്ഞ് ഇതിൽ പോയാലേ അങ്ങോട്ട് തന്നെ എത്തുമോ എന്നൊക്കെ നോക്കി, ഇവിടെ നിന്ന് നോക്കി ഞങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം മെല്ലെ ഇങ്ങനെ പോവുകയാണ്. പോയി പോകണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടേ രഞ്ജി പറഞ്ഞു എന്ത് വീഡിയോ എടുക്കുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ പശുവിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ റോഡ് കണ്ടോ, ചെറിയൊരു ബസ് വന്നാൽ ആ ബസ്സിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. പക്ഷെ അടിപൊളി റോഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ റോഡിന് ഇങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെ. എന്തായിരുന്നു ഭംഗിയെന്നറിയോ. ഒരു ഫോട്ടോ എടുക്കാൻ രഞ്ജീവിനെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ രഞ്ജീവിന് പിന്നെ ഒന്നാമത് മടിയാണ്, എല്ലാത്തിനും മടിയാണ്. റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നാണ്, അതാണ് അവന് ഇഷ്ടപ്പെട്ട പരിപാടി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ
പിന്നെ ചെറുതായിട്ടൊരു കാട് പോലെയൊക്കെ ഉണ്ടേ. അപ്പോൾ ഞങ്ങൾ കരുതി പിന്നെ ഫുള്ള് കാടായിരിക്കും. മാപ്പിൽ നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ കാട് പോലുള്ളൊരു സംഭവമൊക്കെ കാണുന്നതേ. പക്ഷേ ഈ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കാട് പോലെയൊക്കെ. ഏതോ കാട്ടുകൂടൊക്കെയാണ് ഇവിടെ കടുവാന്ന് ബോർഡ് വെക്കാൻ. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വേറൊരു ലോകം പോലെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇതേതാ റോട്ട് എന്തായിരുന്നു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്കാനയിലേക്ക് 2 കിലോമീറ്റർ എന്നെങ്ങാനും ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വഴിയാണിത്. അടിപൊളി സ്ഥലങ്ങൾ. സ്ഥലത്തിന്റെ പേര് പക്കാന. ഈ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി ഫോട്ടോ എടുത്താലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എവിടെയോ ഒരു കടുവേൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്താനൊരു പേടി. ഇവിടെ ശരിക്കും യാഥാർത്ഥ്യത്തിൽ വണ്ടി നിർത്താതെ എന്നതുകൊണ്ടാണ്. ഈ തേയിലത്തോട്ടാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഈ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു. ഒരു വണ്ടിയും ഇല്ല. ഇനി വണ്ടി എങ്ങാനും നിർത്തി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മനുഷ്യനെ അറിയ പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നിർത്താതെ അങ്ങ് പോന്നു. പക്കാന അർജന്റീന ഫാൻസ്. അപ്പം പക്കാന എന്നല്ല കേട്ടോ, ഞാനും വായിച്ചത് പക്കാനയാണ്, ഞാൻ പറഞ്ഞതും പക്കാനയാണ്. എന്താ പാക്കണ എന്നാട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾ ഞായറാഴ്ച ഇങ്ങനെ ചാലക്കാരാണ്. എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാകും. പേര് കാണും. മലയാളികൾ തമിഴ്നാട്ടിലെ അവിടുന്ന് വലത്തോട്ടില്ലല്ലോ. ചെറുതാക്കും ഞാൻ തന്നെ കാണിക്കുന്നു. ആ വഴി ഉണ്ടാകുമോ? ഇവിടുന്ന് അങ്ങോട്ട് വഴിയൊന്നും കാണുന്നില്ല. ചെറുതാക്കി അപ്പം അറിയാലോ. അമ്മേ ഇത് വഴിയൊന്നും കാണുന്നില്ല. അല്ലേ ചെറുതാക്കി വണ്ടിയാണ്. മിക്കവാറും ഞങ്ങൾ ഏതെങ്കിലും വീടിന്റെ മുന്നോട്ടോ ഒരു ഐഡിയ ഇല്ല. അവിടുന്ന് അങ്ങോട്ട് വഴിയില്ല കേട്ടോ. മാപ്പിൽ ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല. അയ്യോ ഇതാ അവിടെ അങ്ങോട്ട് വഴിയില്ല.
അവിടുന്ന് അങ്ങോട്ട് പിന്നെ വഴിയില്ലായിരുന്നു, വഴി തെറ്റിപ്പോയിണ്ടായിരുന്നു. ആ റോഡ് അവിടെ തീരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് താഴോട്ട് തന്നെ തിരിച്ചിട്ട് നേരെയുള്ള വഴിക്ക് പോന്നു കേട്ടോ. ഇതാണ് കറക്റ്റായ വഴി. ഇതിൽ നേരത്തെ ഏകദേശം കേരളത്തിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളും അല്ല എല്ലാവരും മലയാളികളായിരുന്നു. തമിഴ്നാടാണെങ്കിലും കേരളത്തിൻ്റെ ഒരു അല്ല മലയാളികളാണ് എല്ലാവരും. വീടുകളും ഈ അന്തരീക്ഷം കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ആ ഏരിയയിൽ എത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഇതിനൊരു അന്ത്യമുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു എവിടെ ഒന്ന് എത്താനായിട്ട് എന്നെ എടുക്കുന്നില്ലേ ജി. മക്കാട്ടിയോ? അവിടെ ആനേന്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതേതോ കാടാണ്, ഇതേതോ കാടാണ്. ഞങ്ങൾക്ക് അറിയാത്ത വഴി കൂടെ എങ്ങനെ പോകുന്നു. ഏതിലാണ്, എങ്ങനെയാണ്, എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല. അത് മറ്റേ റോഡിൽ എത്തിയെങ്കില് ഗൂഡല്ലൂർ 22 കിലോമീറ്റർ നമ്മളോട് എത്തോട്ടാവാം. നമ്മള് വലത്തോട്ടേക്കും പോകുന്നുണ്ട്. എത്തോട്ടാവും എത്തോട്ടാവും. ഇവരൊക്കെ മലയാളികളാണല്ലോ. എന്തായാലും എത്തിയിട്ടുണ്ട്. ഉപ്പട്ടി പൊന്നാനിയോ, അതേത് പൊന്നാനി? ഒരു പൊന്നാനി ബോർഡോ കാണുന്നുണ്ട്. പട്ടവയൽ. ഞാനെന്തായാലും ഇതിൽ ആദ്യമായിട്ട് വരിക. അതെ. ഏത്? അതാണ് ബോർഡറാണ്. മലയാളികൾ ഉണ്ടല്ലോ. ഈ ബസ് ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ? ഞാൻ അതിങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. KL വണ്ടികളൊക്കെ കാണുന്നുണ്ടല്ലോ. കിള്ളിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ. ആ റോഡിലെത്തിയില്ലേ? ഇപ്പൊ മെയിൻ റോഡിൽ ചാടുകയാണ്. അല്ലല്ല, ഈ റോഡ് ഇപ്പൊ നമ്മൾ പോകുന്ന റോഡിലേക്ക് ചാടിയത്. ഇപ്പൊ നമ്മൾ പോകുന്ന റോഡാണ്. ആ റോഡ് അതല്ല, ഇതേത സ്ഥലം? മേച്ചേരി, പത്തേർക്കാട്. പത്തേർക്കാട് എന്ന സ്ഥലം. പത്തേർക്കാട്.
അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഏരിയയേ ഉള്ളൂ, അല്ല കുറച്ച് ദൂരമേ ഉള്ളൂ സുൽത്താൻ ബത്തേരിയിലേക്ക്. പിന്നെ ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്തി. അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നേരെ നമ്മുടെ താമരശ്ശേരി ചുരം വഴി നാട്ടിലേക്ക് പോകും. ഇവിടെ ചെറുതായിട്ട് കോടയും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഈ ഈ സൈഡിൽ നിർത്തിയിട്ട വണ്ടിയിൽ ഒരു ബ്രോ നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല. ഈ വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിയേ, അതായത് ഇടത്തെ സൈഡിൽ കണ്ട ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഒന്ന് തുള്ളിയിട്ടുണ്ട്. അവരവിടെ സോങ്ങൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഒന്നുകൂടി ഉഷാറാക്കി. ഇത് നല്ല സീനായിരുന്നു കേട്ടോ, നേരിട്ട് കാണാൻ. ഇവിടെ ചെറിയ മഴയും ഒക്കെ ആയിട്ട്. അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല ഇന്ന്. ഞങ്ങൾ പിന്നെ നേരെ താഴേന്ന് ഒരു ചായ കുടിച്ചേ. താഴെ എത്ര വളവായിരുന്നു, 4-ാം വളവിൽ. അവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഒരു 8-8:30 ആയിട്ടുണ്ട്. അങ്ങനെ ഞായറാഴ്ച പരിപാടി അങ്ങനെ അങ്ങോട്ട് തീർന്നു. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കേ, ബൈ.